അവിടെ ഉള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് ലേഡീസും കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു പ്രൈവസി ആണല്ലോ, അവർക്കൊരു റിസോർട്ടിൽ റൂം എടുക്കുമ്പോൾ അവരുടെ പ്രൈവസി ആണല്ലോ മെയിനായിട്ട് വേണ്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ 4-5 റൂം തന്നെ ഉണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ അതിന് വരുന്ന കോമൺ ആയിട്ട് ഒരു കിച്ചണും അതുപോലെ തന്നെ റൂംസും അതുപോലെ തന്നെ പൂളും വരുന്നത് കോമൺ ആണ്. സോ നമ്മൾ ഇപ്പോൾ ഒരു ഫാമിലിയും അതുപോലെ തന്നെ ബാച്ചിലേഴ്സും വന്നിട്ട് 4 ആൾക്കാർ 2 റൂം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പൂളിലേക്ക് കയറുന്ന നമുക്കൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. കാരണം ഫാമിലി ആയിട്ട് വരുമ്പോൾ എന്തായാലും ലേഡീസും കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് കൂടെ എന്തായാലും ഇവർക്ക് പൂളിലിറങ്ങാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ നല്ലൊരു നൈസൊരു തീരുമാനം അവരെടുത്ത് അങ്ങനെ 2-3 പാർട്ടിക്കായിട്ട് കൊടുക്കില്ല, ഒറ്റ പാർട്ടിക്ക്, അതായത് ഒരു ഫാമിലിക്ക് കൊടുക്കും. അവരവിടെ വന്നിട്ട് അടിച്ചു പൊളിക്കുക, പോവുക. സോ നൈസാട്ടോ, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ. ഈ ചെമ്പ്ര പീക്കിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് അവിടെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു ചെയ്തു തരും. സോ ഇവിടെ വരുന്ന ടോയ്ലറ്റ് ആട്ടോ അത്, നേരെ അപ്പുറത്ത് കുളിക്കാനുള്ള സെറ്റപ്പും അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടി എണീക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഞാൻ കുളിച്ച് പോകാമെന്നുള്ള കണ്ടീഷനിൽ പോകുന്നതാണ്. സോ വെരി നൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻ്റ് കേട്ടോ, ഇതിലായിരുന്നു നമ്മൾ ഇന്നലെ കിടന്നിരുന്നു. സോ നൈസാണ്. ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ. സംഭവം നൈസ് കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ, ടെൻറ്റിൽ നിന്ന് രാവിലെ എണീച്ച് വരുന്ന നേരത്തെ ഇവിടെ ഒക്കെ ഫോഗായിരിക്കും. നൈസ് വ്യൂ.